ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും USS എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് മക്കൾ പറയാറുണ്ട് അല്ലെ, താപം ഒഴുകുന്ന വഴികൾ എന്നുള്ള ചാപ്റ്റർ കുറച്ച് ടഫാണ് മിസ്സേ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് അല്ലെ ലൈവില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ചാപ്റ്ററിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു, പഠിച്ചു അല്ലെ. ഇപ്പൊ നമുക്ക് ഏകദേശം അത് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ എല്ലാവരും എന്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മുഴുവൻ ചാപ്റ്റേഴ്സും അല്ലെ നമ്മൾ എന്തായാലും USS എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നിങ്ങൾ മുഴുവൻ ചാപ്റ്ററും എന്ത് ചെയ്യണം, വായിക്കണം. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങളുടെ ബോക്സുകളിലൊക്കെ കുറെ പോയിന്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, അഡീഷണൽ ആയിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. കാരണം അതിലൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുക, നന്നായിട്ട് 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. അതിനുശേഷം അല്ലെ നമ്മൾ കുറെ ക്ലാസ്സസ് തരത്തില്ലേ, അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങളും പറ്റുവാണെങ്കിൽ അല്ലെ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ ഓരോ ചോദ്യങ്ങളായിട്ട്. റേഡിയേഷൻ ക്യാൻ ഒക്കർ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നോക്കിക്കേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഓൾ ഓഫ് ദ എബോവ്. വികിരണം ഏത് പദാർത്ഥത്തിലാണ് നടക്കുന്നത്? ഖരം, ദ്രാവകം, വാതകം, മുകളിലുള്ളവയെല്ലാം. അപ്പൊ ഓൾറെഡി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ താപപ്രേക്ഷണ രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റേഡിയേഷൻ എന്ന് പറയുന്നത്. വേറെ 2 പേരെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒന്നാമതായിട്ട് നമ്മൾ കണ്ടക്ഷൻ പഠിച്ചു അല്ലെ, ചാലനം പഠിച്ചു. ചാലനം എവിടെയാണ് നടക്കുന്നത്? ചാലനം നടക്കുന്നത് ഖരവസ്തുക്കളിലാണ് അല്ലെ. ചാലനം ഖരവസ്തുക്കളിലാണ് നടക്കുന്നത് അല്ലെ. മെറ്റൽസിൽ ഒക്കെയാണ് ചാലനം നടക്കുന്നത്, കണ്ടക്ഷൻ നടക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? കൺവെക്ഷൻ അഥവാ സംവഹനം അല്ലെ. ദ്രാവകങ്ങളിൽ നടക്കുന്ന പരിപാടിയാണ് കൺവെക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ മൂന്നാമതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വികിരണം അഥവാ റേഡിയേഷൻ പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ പല ആളുകളുടെയും ഒരു വിചാരം എന്താണ്, ഇത് ഗ്യാസസിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്, അഥവാ വാതകങ്ങളിൽ വാതകങ്ങളാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ മിക്കവരും എന്ത് ചെയ്യുക, വിചാരിച്ചു വെക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ വികിരണം എന്ന് പറയുന്നത് ഈ 3 വസ്തുക്കളിലും നടക്കാം അല്ലെ. എനി ഫോം ഓഫ് മാറ്ററിലും എന്ത് നടക്കാം, നമുക്ക് ഈ പറയുന്ന വികിരണം നടക്കാം. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? റേഡിയേഷൻ ക്യാൻ ഒക്കർ ഇൻ സോളിഡ്, ലിക്വിഡ് ആസ് വെൽ ആസ് ഗ്യാസസ് അല്ലെ. സോളിഡ്സിൽ, ഖരത്തിലും, ദ്രാവകത്തിലും, വാതകത്തിലും ഒക്കെ എന്താണ് റേഡിയേഷൻ പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച 2 ആളെ പോലെയല്ല, റേഡിയേഷൻ എല്ലാവരിലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അല്ലെ, മീഡിയം ആവശ്യമില്ലാത്ത മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടെയാണ് എന്ത്, റേഡിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റേഡിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണ്ട, ഒരു മാധ്യമത്തിന്റെ സഹായം അവിടെ ആവശ്യമില്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയുള്ള നമ്മുടെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നത്, താപം പ്രേക്ഷണം ചെയ്യുന്ന അല്ലെ. നമുക്ക് ചൂട് കിട്ടുന്നില്ലേ, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നില്ലേ, അതും എന്തുകൊണ്ടാണ്? വികിരണം വഴിയാണ്. ബൾബുകളിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈറ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, കുറച്ച് ചൂടും കൂടെ കിട്ടുന്നുണ്ട് അല്ലെ. അതിന്റെ കാരണം എന്താണ്? ഇത് ഈ വികിരണം തന്നെയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇതാണ് ചോദ്യം. ഡാഷ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ബൈ ദി ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്തുണ്ട്? തന്മാത്രകൾക്കൊരു സ്ഥാനചലനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതേ നോക്കിക്കേ നിങ്ങൾ, നമ്മൾ ആദ്യത്തെ ആളായിരുന്നു ഖരവസ്തു ആയിരുന്നു അല്ലെ. ഖരവസ്തുവിൽ എങ്ങനെയാണ് താപപ്രേക്ഷണം നടക്കുന്നത്? അത് കണ്ടക്ഷൻ വഴിയാണ് അല്ലെ. കണ്ടക്ഷൻ വഴി എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടത്തെ തന്മാത്രയ്ക്ക് ഹീറ്റ് കിട്ടി. ആ ഹീറ്റ് എന്ത് ചെയ്യും, തൊട്ടടുത്ത് നിൽക്കുന്ന തന്മാത്രയ്ക്ക് ഇങ്ങനെ തൊട്ടായതുകൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടും, വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടും, വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടും, വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടും അല്ലെ. അപ്പൊ അത് എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, എന്തായിരുന്നു പറഞ്ഞത്? ക്ലാസ് ഉള്ള പീരീഡ് സാറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെ നമ്മൾ എന്ത് ചെയ്യും, വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്യും,
ഏറ്റവും പുറകിലുള്ള ആളെ സാധനം പോലും നമ്മുടെ കയ്യിലേക്ക് എത്തും അല്ലെ. എങ്ങനെ നമ്മളിങ്ങനെ ഇരുന്നെടുത്ത് നിന്ന് തന്നെ സാധനങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈമാറി കൊടുത്തുകൊണ്ടിരിക്കും അല്ലെ. അതുപോലെയല്ലേ നമ്മൾ കൈമാറുക. അപ്പൊ സാറുള്ള അവസ്ഥയിൽ നമ്മൾ ആരും അവിടെ നീണിട്ട് പോകത്തില്ല അല്ലെ, സീറ്റ് നീണിട്ടിട്ട് പോവോ ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്, ചലനം എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല, തന്മാത്രകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നില്ല. പക്ഷേ ദ്രാവകങ്ങളിൽ എന്താണ് അവസ്ഥ? താപം കിട്ടുന്ന സമയത്ത് ഈ മുകളിലുള്ള തന്മാത്ര എന്ത് ചെയ്യും, താഴെയുള്ള തന്മാത്ര മുകളിലേക്ക് പോകും അല്ലെ, മുകളിലേക്ക് പോകും. മുകളിലുള്ള ആള് താഴത്തേക്ക് വരും അല്ലെ. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുകളിലുള്ള ആൾ ആദ്യം താഴത്തേക്ക്, മുകളിലുള്ള ആള് താഴത്തേക്കും താഴെയുള്ള ആള് മുകളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അതായത് ഇവിടെ എന്തുണ്ട്, തന്മാത്രകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നുണ്ട് അല്ലെ. തന്മാത്രകൾക്ക് എന്താണ്, സ്ഥാനചലനം സംഭവിക്കുന്നുണ്ട്. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് ഇതാണ് നമ്മുടെ പാത്രം. ഈ പാത്രത്തിന്റെ അകത്ത് എന്തുണ്ട്, വെള്ളമുണ്ട് എന്ന് വിചാരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തീ കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും താഴെയുള്ള തന്മാത്രയൊക്കെ ആയിരിക്കും അല്ലെ, ഇതാണ് ഏറ്റവും താഴെയുള്ള തന്മാത്രയെങ്കിൽ ഇതിനായിരിക്കും ഏറ്റവും അധികം ചൂട് കിട്ടുക അല്ലെ. അപ്പൊ ചൂട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ചൂട് കിട്ടി ഈ തന്മാത്ര നേരെ മുകളിലേക്ക് പോകും അല്ലെ, മുകളിലേക്ക് പോകും. അപ്പൊ താഴെ അല്ലെ ഉള്ള ആളാണ് മുകളിലേക്ക് പോയത്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ തന്മാത്രയ്ക്ക് എന്താണ്, കമ്പാരിറ്റീവ്ലി ഏറ്റവും താഴെയുള്ള ഈ തന്മാത്രയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് കുറച്ച് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യും, നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും അല്ലെ. ഇങ്ങനെ ഇതൊരു സൈക്കിളാ പോലെ ഇങ്ങനെ പോവും. അപ്പൊ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഈ ദ്രാവകത്തിന് മൊത്തം ചൂട് പിടിക്കും. അപ്പൊ ഇവിടെ എന്തുണ്ട്, തന്മാത്രകൾക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയാ, കൺവെക്ഷൻ അല്ലെ. കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുക. സംവഹനം നടക്കുന്നത് ആർക്കാണ്, വെള്ളത്തിനാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ എന്തിന് ഉദാഹരണമാണ്, ദ്രാവകത്തിന് ഉദാഹരണമാണ്. ക്ലിയർ അല്ലേ, സംശയങ്ങളില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ യൂണിറ്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്, ഏതാണ് താപ കൈമാറ്റ നിരക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എങ്കിലും അല്ലെ നമുക്ക് ഇതൊന്ന് പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ താപ കൈമാറ്റ നിരക്ക് അല്ലെ, താപ കൈമാറ്റ നിരക്ക് എന്താണ്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം, താപത്തിന്റെ അളവ് എന്താണ്, ജൂളാണ് അല്ലെ. താപത്തിന്റെ അളവ് ജൂളാണ്. അപ്പൊ എത്ര നിരക്ക് എന്നൊക്കെ പറയുമ്പോ എന്താണ്, എത്ര സമയം കൊണ്ട് എത്ര താപം പോകുന്നു അല്ലെ. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന താപത്തിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. താപത്തിന് നമ്മൾ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ജൂൾ എന്ന് പറയുന്നത് എന്താണ്, താപത്തിന്റെ അളവാണ്. സമയത്തിന്റെ എന്താണ്, സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, ജൂൾ പെർ സെക്കൻഡ് അല്ലെ. ജൂൾ പെർ സെക്കൻഡ് എന്നാണ് വരിക, ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളത്. ഈ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ട്. എന്ത് പറയുക, വാട്ട്. അപ്പൊ യൂണിറ്റ് ആണ്. നിങ്ങൾ കെൽവിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, താപനിലയുടെ മറ്റൊരു യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട്. മറന്നു പോരുത്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഉറക്കാതെ പഠിച്ചു വെച്ചോളാം അല്ലെ, മറക്കാതെ പഠിച്ചു വെച്ചോളാം. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ യൂണിറ്റ്, താപ കൈമാറ്റ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്, വാട്ടിലാണ് അല്ലെ. വാട്ട്, WHAT അല്ല, WATT, വാട്ടാണ് എന്നുള്ളത് മറന്നു പോവാതെ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ. വാട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചാലന വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ ഡാഷ് എന്ന് പറയുന്നു. The substance that conduct heat very well are termed. എന്താണ് നമ്മൾ അവരെ പറയുന്നത്, വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചൊരു ഭാഗമാണ് അല്ലെ. എന്താണ് നമ്മൾ ഇവരെ വിളിക്കുന്ന പേരുകൾ, സുചാലകങ്ങൾ അല്ലെ. സുചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്. എന്ത് കണ്ടക്ടേഴ്സ് ആണ് അവര്, ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെ. ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് അവർ, ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ ഗുഡ് കണ്ടക്ടേഴ്സ് അഥവാ സുചാലകങ്ങൾ എന്നാണ് നന്നായിട്ട് കടത്തിവിടുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഉദാഹരണമായിട്ട് നമുക്ക് ആരെ പറയാം, മെറ്റൽസിനെ അല്ലെ, മെറ്റൽസിനെ പറയാം. എന്നാൽ കടത്തിവിടാത്ത ആളുകളെ നമ്മൾ എന്ത് പറയും, കുചാലകങ്ങൾ അഥവാ പുവർ കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കും അല്ലെ. ക്ലിയർ ആണോ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ ലൈവ് ക്ലാസ്സസിലൊക്കെ വരിക, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മിസ് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.